ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിസൈൻ പോയിന്റ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിട്ട് വന്നിട്ടുള്ളത് ഒരു ഓണത്തിൻ്റെ ആശംസ പോസ്റ്റർ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ അതുപോലെ തന്നെ മറ്റു കമ്പനികളുടെയൊക്കെ ഒരു ആശംസ പോസ്റ്റർ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ ഉപയോഗിക്കുന്ന ഫുള്ള് മെറ്റീരിയൽസ് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് വന്ന ബെല്ലിലേക്ക് ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമുക്ക് ടൈമുകളെ നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ പിക്സൽ ലാബ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഇമേജിൻ്റെ സൈസ് നമുക്കൊന്ന് കറക്റ്റ് ചെയ്യണം. അപ്പോൾ അതിൽ ഇമേജ് സൈസിൽ പോവുക. ഞാൻ വിഡ്ത്ത് ചേഞ്ച് ചെയ്യില്ല, ജസ്റ്റ് ഹൈറ്റിൽ നമുക്കൊരു 1600 സെറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഓക്കെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ പേജ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് 4ാമത്തെ ഓപ്ഷനിൽ പോയതിനു ശേഷം നമ്മുടെ കളർ സെറ്റ് ചെയ്യണം. അപ്പോൾ ഗ്രേഡിയൻറ്റ് കളറിൽ പോയതിനു ശേഷം ഈ ഒരു കളർ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് കളറൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു ഷേപ്പ് സെലക്ട് ചെയ്യുന്നുണ്ട്. അതിൽ സർക്കിളിൽ പോയതിനു ശേഷം സർക്കിൾ അതിന് ലെഫ്റ്റ് റൈറ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ടൊരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് താഴത്ത് ഇവിടെ വെച്ച് കൊടുക്കാം. ഓക്കെ, ടിക്ക് കൊടുക്കുക. ജസ്റ്റ് ആ പൊസിഷനിൽ പോയിട്ടൊന്ന് സെൻറ്ററിലേക്ക് ആയി കൊടുക്കാം. നമുക്ക് അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യണം. എനേബിൾ ചെയ്തതിന് ശേഷം ഗ്രേഡിയൻറ്റിൽ തന്നെ ഒരു കളർ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് അതൊന്ന് ലോക്ക് ചെയ്തിടുക. ജസ്റ്റ് ഷേപ്പിൽ പോയിട്ട് ഒരു സർക്കിളും കൂടി നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ സർക്കിൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതിൻ്റെ റൈറ്റ് ടു ലെഫ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അവിടെ ഓക്കെ കൊടുക്കുക. ജസ്റ്റ് ബാക്ക് ഇടുക. കളറിൽ പോയിന് മൂവ് ആൻഡ് റെസലിൽ പോയിട്ട് അതിൻ്റെ സെലക്ട് സെൻറ്റർ കൊടുക്കുക. കളറിൽ പോവുക. ജസ്റ്റ് ഒരു കളർ സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഒപ്പാസിറ്റിയിൽ പോയതിനു ശേഷം അതിൻ്റെ ഒപ്പാസിറ്റി നമുക്കൊരു ഏകദേശം 40-45 റേഞ്ചിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, ശേഷം അതൊന്ന് ഒന്നുകൂടി കോപ്പി ചെയ്യുക. ആ ഒരു പൊസിഷനിൽ കൊടുത്തതിന് ശേഷം ജസ്റ്റ് ബാക്ക് ഇട്ട് കൊടുക്കുക. കളറിൽ പോവുക. അതിൻ്റെ ഡാർക്ക് കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇമ്പോർട്ടിൽ പോയതിനു ശേഷം കുറച്ച് PNG ആഡ് ചെയ്യാണ്ട് ആ ഒരു ട്രീൻ്റെ PNG ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ടിക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ആ സർക്കിളിൻ്റെ ബാക്കിൽ കൊണ്ട് വെക്കണം. അപ്പോൾ അതവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആ ഒന്നുകൂടെ നമുക്ക് കോപ്പി ചെയ്യണം. കോപ്പി ചെയ്തിട്ട് മറ്റൊരു സൈഡിൽ വെക്കണം. അപ്പോൾ ആ ക്രോപ്പിൽ പോയിട്ട് അതിൻ്റെ പൊസിഷൻ തിരിച്ചു കൊടുക്കുക. ലെഫ്റ്റ് സൈഡിൽ വെക്കുക. അതുപോലെ ഒന്നുകൂടെ നമുക്ക് കോപ്പി ചെയ്തിട്ട് ജസ്റ്റ് സെൻറ്ററിലും ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ ഒരു ബാക്കിലുള്ള 2 സർക്കിൾ നമുക്ക് ഈ ഒരു ട്രീൻ്റെ ഫ്രണ്ട് കൊണ്ടുവരണം. അപ്പോൾ ലേയേഴ്സിൽ പോയിട്ടോ അങ്ങനെ വെച്ചാൽ നമ്മുടെ ആ ഒരു 2 ലെയറും ഫ്രണ്ട് കൊടുത്തതിന് ശേഷം ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സർക്കിളോടെ നമുക്ക് ഫ്രണ്ടിലേക്ക് വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് റെഡിയായി. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അലൈൻ ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട്. ശേഷം ഈ ലെയർ ഫുള്ള് നമുക്ക് ലോക്ക് ചെയ്തിടാം. നെക്സ്റ്റ് ഇമ്പോർട്ടിൽ പോയിട്ട് മറ്റ് PNGകൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് സ്കെയിൽ ചെയ്തതിന് ശേഷം ഇവിടെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. നമുക്കിതിന് ഷാഡോ കൊടുക്കണം. അപ്പോൾ ഇതിലുള്ള ഷാഡോ കൊടുത്താൽ കറക്റ്റ് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഡ്രോ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ പോയതിന് ശേഷം ഒരു ഷാഡോ നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. അതിൻ്റെ പെൻ സൈസ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. സൂം ചെയ്തതിന് ശേഷം നമുക്ക് ഷാഡോ വേണ്ട ഭാഗത്തൊന്ന് സൂം ചെയ്യുക. കളറ് ബ്ലാക്ക് ആക്കുക. അതുപോലെ തന്നെ ബ്ലർ റേഡിയസ് ഫുൾ ഇട്ട് കൊടുക്കുക. എവിടെ ഷെയ്ഡ് വേണ്ട വെച്ചാൽ ഷെയ്ഡ് അവിടെ ഒന്ന് വരച്ച് കൊടുക്കുക. ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്കൊരു PNG കൂടി ആഡ് ചെയ്യണം. അപ്പോൾ അത് ലോക്ക് ചെയ്തിട്ടുണ്ട്. അതൊന്ന് അലൈൻ ചെയ്ത് കൊടുക്കുക. താഴത്തേക്ക് വെച്ച് കൊടുക്കുക. ആ ഒരു കാലിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നീക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ടിക്ക് കൊടുക്കാം. നെക്സ്റ്റ് ഇമ്പോർട്ടിൽ പോയതിന് ശേഷം അടുത്തൊരു PNG കൂടി ആഡ് ചെയ്യണം.
കറക്റ്റ് സൈസ് കറക്റ്റാക്കിയതിന് ശേഷം അടുത്തൊരു PNG കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ചെറുതായി കൊടുക്കുക. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക ഒരു PNG. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കളർ നമുക്കൊന്ന് സെലക്ട് ചെയ്യണം. സൈസ് കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം കളറിൽ പോവാം. മുമ്പ് ഒന്ന് നമുക്ക് സൈഡ് സെൻറ്ററിൽ അലൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ചാനലിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കമ്പനി സ്ഥാപനത്തിൻ്റെ ഒക്കെ പേര് ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. നമ്മുടെ ചാനലിൻ്റെ പേര് നമ്മൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് സ്റ്റൈലിൽ പോയതിന് ശേഷം ഒന്ന് ബോൾഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഒന്ന് കറക്റ്റ് സെൻറ്റർ അലൈൻ ചെയ്ത് കൊടുക്കുക. നമ്മുടെ പൊസിഷനിൽ പോയിട്ട് സെൻറ്റർക്ക് അലൈൻ ചെയ്ത് കൊടുക്കുക. ഒന്നുകൂടെ നമുക്ക് കോപ്പി എടുത്തതിന് ശേഷം യൂട്യൂബ് ചാനലിൽ നിന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ജസ്റ്റ് അതൊന്ന് നമുക്ക് സെൻറ്റർ അലൈൻ കൊടുക്കുക. ഒന്ന് ബോൾഡ് ഒഴിവായി കൊടുക്കുക. അതിൻ്റെ അടുത്ത ഒന്നുകൂടെ ഇമ്പോർട്ടിൽ പോയതിന് ശേഷം നമ്മുടെ ചാനലിൻ്റെ ലോഗോ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്തതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് അതൊന്ന് അലൈൻ ചെയ്ത് കറക്റ്റായി വെച്ച് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പോസ്റ്റർ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മോഡൽ ചെയ്താണ്. അപ്പോൾ ഇതിലും വെറൈറ്റി ആയിട്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് വ്യത്യസ്തമായ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.